ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ കെമിസ്ട്രി 10th മെയിൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കെമിസ്ട്രിയുടെ ടോപ്പിക്സ് റിവൈസ് ചെയ്യുന്ന പാർട്ട് 3 വീഡിയോ ആണ്. ആദ്യത്തെ 2 വീഡിയോയും നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റിൽ ഇട്ടാൽ നന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ കുറിച്ചാണ് നോക്കേണ്ടത്. ആദ്യം മാറ്റർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായിട്ടുള്ളതും മാസ് ഉള്ളതുമായ എല്ലാ വസ്തുക്കളെയും നമുക്കെന്ത് പറയാം, ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം എന്ന് പറയാം അല്ലേ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായിട്ടുള്ള എന്തിനേയും പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറയാം. ഇനി ഈ സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് നമുക്ക് ഇപ്പം നിലവിലൊരു 32ഓളം സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 7 എണ്ണവും അവസാനത്തെ ഒരു 3 എണ്ണവും നമ്മൾ നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. ആദ്യത്തെ 7 എണ്ണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ. ഇത്രയാണ് ആദ്യത്തെ 7 എണ്ണം. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ. ഇനി അവസാനത്തെ 32 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 30, 31, 32 ഒന്ന് നോക്കാം. 30 പ്ലാസ്മ ക്രിസ്റ്റൽ, 31 സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് ആണ്, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്. 32 മീസോഫേസ്. ഓക്കെ, പ്ലാസ്മ ക്രിസ്റ്റൽ അതുപോലെ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്, 32 മീസോഫേസ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ഇത്രയും മാത്രം നോക്കി വയ്ക്കുക ഈ അവസാനത്തെ 3 സ്റ്റേറ്റ്. പിന്നെ അതുപോലെ പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ്. സൂര്യൻ്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം പ്ലാസ്മ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെന്താണ്? ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ആറ്റത്തിന് ചാർജുള്ള അവസ്ഥയാണ് പ്ലാസ്മ എന്നത്. പിന്നെന്താ? പദാർത്ഥത്തിൻ്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അതുപോലെ 6ാമത്തെയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ് കേട്ടോ. എക്സ്ട്രീം കണ്ടീഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഈ ബാക്കിയുള്ളതെല്ലാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ എന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ്. അതിനുശേഷമുള്ള ബാക്കിയെല്ലാം എക്സ്ട്രീം കണ്ടീഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് ആണ്. ഓക്കെ, ലബോറട്ടറികളിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സൃഷ്ടിക്കപ്പെടാൻ കഴിയുന്ന സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് ആണ് ബാക്കിയുള്ളതെല്ലാം എന്ന് ഓർത്ത് വയ്ക്കണേ. കെമിസ്ട്രിയിൽ ഈ അവസ്ഥാ പരിവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റാണ് ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്നുള്ളത്. അതായത് സോളിഡിനെ ചൂടാക്കുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് ലിക്വിഡ് ആവാതെ നേരിട്ട് വാതകമാകുന്ന പ്രോസസ്സ്. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറും. ഈ പ്രക്രിയയാണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അവയുടെ വാതകങ്ങൾ തണുപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവ നേരിട്ട് ഖരമായിട്ടും മാറുകയാണ് ചെയ്യുക. അവിടെ ലിക്വിഡ് എന്നുള്ളൊരു സംഭവമേ ഇല്ല. സോളിഡ് ചൂടാക്കുമ്പോൾ ഗ്യാസ് ആവും, ഗ്യാസിനെ തണുപ്പിച്ചു കഴിയുമ്പോൾ അത് വീണ്ടും സോളിഡ് ആവും. എക്സാമ്പിൾ എന്തൊക്കെയാണ്? പാറ്റ ഗുളിക, അയഡിൻ, കർപ്പൂരം, പിന്നെ നമ്മുടെ അമോണിയം ക്ലോറൈഡ്. ഇതൊക്കെ സബ്ലിമേഷന് എക്സാമ്പിളാണ്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ അടുത്തൊരു പോയിന്റ് പറയുന്നത് ഡിഫ്യൂഷനാണ്. എന്താണ് ഡിഫ്യൂഷൻ? ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെയാണ് വ്യാപനം എന്ന് പറയുന്നത്. ഓക്കെ, നിത്യജീവിതത്തിൽ നമ്മൾ പഴങ്ങളുടെ മണം വ്യാപിക്കുന്നതും നമ്മൾ ബോഡി സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് വ്യാപിക്കുന്നതെല്ലാം വ്യാപനത്തിന് എക്സാമ്പിളാണ്. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെയാണ് വ്യാപനം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ശുദ്ധപദാർത്ഥങ്ങൾ എന്താണ്, മിശ്രിതങ്ങൾ എന്താണെന്നൊക്കെ നോക്കണം. ശുദ്ധപദാർത്ഥം എന്താണ്? ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ മിശ്രിതം എന്ന് പറയുമ്പോൾ എന്താ? വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥമാണ് മിശ്രിതം. സ്വർണം ഒക്കെ എന്താണ്? ഒരു ശുദ്ധപദാർത്ഥമാണ്. എന്നാൽ സോഡാജലം എന്താണ്? സോഡാജലം മിശ്രിതമാണ്. സ്വർണം ശുദ്ധപദാർത്ഥമാണെങ്കിൽ സ്വർണ്ണ ആഭരണം എന്താണ്? അതൊരു മിശ്രിതമാണ് അല്ലേ. നമ്മൾ മാല അല്ലെങ്കിൽ വള അങ്ങനെയൊക്കെ പണിയുമ്പോൾ അതിൽ സ്വർണ്ണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചെമ്പ് കൂടി ചേർത്തൊക്കെയാണ് പണിയുന്നത്. ഓക്കെ, ശുദ്ധപദാർത്ഥം, മിശ്രിതം എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഈ മിശ്രിതം എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള ഘടക പദാർത്ഥങ്ങളെ വ്യത്യസ്ത സ്വഭാവമുള്ള ഘടക പദാർത്ഥങ്ങളായിരിക്കും. അപ്പോൾ അവയുടെ സ്വഭാവം അനുസരിച്ച് ഈ ഘടകങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത മാർഗങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അത് നമ്മൾ നോക്കണം. അതായത് ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കാൻ വേണ്ടിയിട്ട് ബാഷ്പീകരണം ഉപയോഗിക്കുന്നത് പോലെ സ്വേദനം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കണം. എന്തിനാണ്? മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമാണെങ്കിൽ അവിടെ സ്വേദനം എന്ന പ്രോസസ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതായത്
തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാൻ വേണ്ടിയിട്ട് സ്വേദനം എന്ന പ്രക്രിയ ഉപയോഗിക്കാം. അതിൽ ഒരെണ്ണത്തിന് എന്താണ് ബാഷ്പീകരണ പ്രോപ്പർട്ടി ഉള്ളതായിരിക്കും, മറ്റുള്ളത് സാധാരണ കൊടുക്കുന്ന ആ ഒരു ബാഷ്പീകരണം അല്ലെ ആ ഒരു താപത്തിൽ ബാഷ്പീകരിക്കുന്ന സ്വഭാവമില്ലാത്തതുമാണെങ്കിൽ സ്വേദനം ഉപയോഗിക്കാം. എക്സാമ്പിൾ ജലവും അസറ്റോണും രണ്ടും കലർന്ന ഒരു മിശ്രിതം. അപ്പോൾ അവയെ വേർതിരിക്കാൻ വേണ്ടി സ്വേദനം ഉപയോഗിക്കാം. കാരണം ഇവിടെ ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസും അസറ്റോണിൻ്റെ തിളനില 56 ഡിഗ്രി സെൽഷ്യസും ആണ്. അപ്പോൾ അവയെ സ്വേദനം വഴി നീക്കം ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെ സ്വേദനം ചെയ്തിട്ടാണ് കുത്തിവെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സ്റ്റോറേജ് ബാറ്ററികളിൽ മറ്റും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കുന്ന പ്രോസസ്സ് സ്വേദനമാണ്. ഇനി മറ്റൊന്നാണ് അംശിക സ്വേദനം. എന്താണ് അംശിക സ്വേദനം? മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളെങ്കിൽ അംശിക സ്വേദനം, ഈ തിളനില തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ സ്വേദനം. ക്ലിയർ ആണല്ലോ? അപ്പോൾ മിശ്രിതത്തിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവയെ വേർതിരിക്കാൻ അംശിക സ്വേദനം ഉപയോഗിക്കാം. അവിടെയാണ് എത്തനോളും മെത്തനോളും തമ്മിൽ കലർന്ന ഒരു സൊല്യൂഷനിൽ നിന്ന് നമുക്ക് അവയെ വേർതിരിക്കാനായിട്ട് അംശിക സ്വേദനം ഉപയോഗിക്കാം. എത്തനോളിൻ്റെ തിളനില 78 ഡിഗ്രി സെൽഷ്യസ്, മെത്തനോളിൻ്റെ തിളനില 65 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇവ പരസ്പരം കലരുന്ന ദ്രാവകങ്ങളാണ്. ഇവയുടെ തിളനിലയിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇവ കലർന്ന മിശ്രിതത്തിനെ നമുക്ക് വേർതിരിക്കാൻ വേണ്ടിയിട്ട് അംശിക സ്വേദനം എന്ന പ്രോസസ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെയാണ് ക്രൂഡ് ഓയിലിൻ്റെ അംശിക സ്വേദനം നടത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത അങ്ങനത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അടുത്തൊരു പോയിന്റ്, തമ്മിൽ കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ. അതായത് ജലവും മണ്ണെണ്ണയും തമ്മിൽ കലർന്ന ഒരു മിശ്രിതം, അവ പരസ്പരം എന്ത് ചെയ്യില്ല, കലരില്ല. അപ്പോൾ സാന്ദ്രത വ്യത്യാസം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിക്കുന്ന മിശ്രിതങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്നുള്ളത്. ഉത്പാദനവും ഇതുപോലൊരു പ്രോസസ്സ് തന്നെയാണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു. അടുത്തത് സെൻട്രിഫ്യൂഗേഷൻ എന്താണ്? കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. അതായത് ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാനും അതുപോലെ രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവക്ഷിപ്തം വേഗത്തിൽ വേർതിരിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗമാണിതെന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ഈ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുമ്പോൾ ഭാരം കൂടിയ കണികകൾ കേന്ദ്രത്തിൽ നിന്ന് അകന്നും ഭാരം കുറഞ്ഞവ കേന്ദ്രത്തിന് അടുത്തായിട്ടും ആണ് ഡെപ്പോസിറ്റ് ആവുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അതിനെ മാറ്റാനായിട്ട് എളുപ്പമുണ്ട്. ഓക്കെ, കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിനെ സെൻട്രിഫ്യൂജ് എന്നാണ് പറയുന്നത്, ഓർത്ത് വയ്ക്കുക. അടുത്തത് ക്രൊമാറ്റോ എന്ന് വെച്ചാൽ കളറുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്ത് വയ്ക്കുക. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമാറ്റോഗ്രഫി. ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമാറ്റോഗ്രഫി. അതായത് നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ക്രൊമാറ്റോഗ്രഫി എന്നതിന് പേര് വന്നത്. അതായത് ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. രക്തത്തിൽ കലർന്ന വിഷാംശം വേർതിരിക്കാനൊക്കെ ഈ ഒരു രീതി ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഭൗതിക മാറ്റം എന്താണ്, രാസമാറ്റം എന്താണ് എന്ന രീതിയിലുള്ള കുറച്ച് ഭാഗമുണ്ട്. ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ തന്മാത്രാ ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് തന്നെ എളുപ്പം മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു മെഴുകുതിരി കത്തിക്കുമ്പോൾ എന്താണ്, അത് ഉരുകി മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് വീണ്ടും തിരിച്ച് മെഴുകുതിരിയാക്കി മാറ്റാവുന്നതാണ്. പക്ഷേ രാസപ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ പുതിയ തന്മാത്രകൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു പേപ്പർ എടുത്ത് നമ്മൾ കത്തിച്ച് കളഞ്ഞു, അത് വേറൊരു അവസ്ഥയായിട്ട് മാറി അല്ലേ, പേപ്പർ വേറൊരു സാധനമായിട്ട് കാർബണായിട്ട് മാറി, അതിനെ വീണ്ടും തിരിച്ച് പേപ്പറാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഭൗതിക മാറ്റം എന്ന് പറയുമ്പോൾ തന്മാത്രാ ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത്. പക്ഷേ രാസമാറ്റത്തിൽ പുതിയ തന്മാത്രകൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്.
രാസപ്രവർത്തനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ തന്നെ എക്സോതെർമിക് റിയാക്ഷൻസ്, എൻഡോതെർമിക് റിയാക്ഷൻസ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷെ അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട 2 പോയിന്റ് ഉണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ അത് വിഘടിച്ച് പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകമാണ് ഓക്സിജൻ. ഓക്കെ, ചൂടാക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? താപം ആഗിരണം ചെയ്യാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് താപം ആഗിരണം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടായിട്ട് പൊട്ടാസ്യം മാംഗനേറ്റും അതുപോലെ മാംഗനീസ് ഡയോക്സൈഡും ഉണ്ടാകും. അതോടൊപ്പം ഓക്സിജൻ കൂടി റിലീസ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. ഇതേപോലെ മറ്റൊരു ചോദ്യം, പൊട്ടാസ്യം പെറോക്സി സൾഫേറ്റ് ലായനിയും പൊട്ടാസ്യം അയോഡൈഡും തമ്മിലുള്ള പ്രവർത്തന ഫലമായിട്ട് വേർതിരിയുന്ന മൂലകം ഏതാണെന്നൊരു ചോദ്യമുണ്ട്. അത് അയഡിനാണ്. ഒന്നുകൂടെ നോക്കാം. പൊട്ടാസ്യം പെറോക്സി സൾഫേറ്റ് ലായനിയും പൊട്ടാസ്യം അയഡൈഡും ഇവ തമ്മിലുള്ള പ്രവർത്തന ഫലമായിട്ട് വേർതിരിയുന്ന മൂലകം ഏതാണെന്നാണ് ചോദ്യം. അയഡിനാണ്. ഓക്കെ, ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി അടുത്തത് ഈ പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന ടോപ്പിക്കിലാണ് നമ്മുടെ മിന്നാമിനുങ്ങിൻ്റെ ഒരു കേസ് വരുന്നുണ്ട്. അതെന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് മിന്നാമിനുങ്ങിൻ്റെ പ്രകാശം ആ ഒരു പ്രകാശോർജ്ജം പുറത്തു വരുന്നത്. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ ലൂസിഫറസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അപ്പോൾ ഈ ലൂസിഫറസ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ലൂസിഫറിൻ ഓക്സിജനുമായി ചേർന്നിട്ട് ഓക്സി ലൂസിഫറിൻ ഉണ്ടാവുമ്പോഴാണ് ഈ പ്രകാശോർജ്ജം ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് ഒന്നുകൂടി പറയാം, ലൂസിഫറിൻ ഓക്സിജനുമായി ചേർന്ന് ലൂസിഫറേസ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിലാണ് പ്രകാശം ഉണ്ടാവുന്നത്. 95% പ്രകാശോർജ്ജവും ബാക്കി ഒരു 5% ചൂടുമാണ്. ഓക്കെ, നോക്കാം. ഈ ഒരു പ്രോസസ്സ് ഇതിനെയാണ് എന്ത് പറയുന്നത്? ബയോലൂമിനിസെൻസ് എന്നാണ് പറയുന്നത്. ബയോലൂമിനിസെൻസ് എന്നാണ് ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് 95% പ്രകാശോർജ്ജവും പിന്നെ ഒരു ചെറിയ പെർസെൻറ്റേജ്, ഒരു 5% ചൂടും ഉണ്ടാവുന്നുണ്ട്. ഓർത്ത് വയ്ക്കുക, ബയോലൂമിനിസെൻസ്. അതുപോലെ പ്രകാശ രാസപ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് അല്ലേ? ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള രാസപ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം. ഈ ഒരു പ്രവർത്തനത്തിൽ പ്രകാശം ആഗിരണം ചെയ്തുകൊണ്ടാണ് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്. അതിൻ്റെ പ്രവർത്തന സമവാക്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. എന്തൊക്കെ വേണം? ജലം, കാർബൺ ഡയോക്സൈഡ്, പ്രകാശം. ജലവും കാർബൺ ഡയോക്സൈഡും പ്രകാശവും ചേർന്ന് ഗ്ലൂക്കോസും ഓക്സിജനുമാണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണ സമയത്ത് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത്. ജലവും കാർബൺ ഡയോക്സൈഡും പ്രകാശവും ചേർന്നിട്ട് ഗ്ലൂക്കോസും ഓക്സിജനുമാണ് ബൈ പ്രോഡക്ട്സ് ആയിട്ട് കിട്ടുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ പ്രകാശ രാസപ്രവർത്തനത്തിൻ്റെ കേസിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പ്രകാശ സംശ്ലേഷണവും പറഞ്ഞു, അതുപോലെ ബയോലൂമിനിസെൻസും പറഞ്ഞു. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമുക്കിതിൻ്റെ PDF-കളോ അല്ലെങ്കിൽ സ്ലൈഡുകളോ ഉൾപ്പെടുത്താതെ ക്ലാസ്സുകൾ ചെയ്യുന്നത് റിവിഷൻ ആയതുകൊണ്ടാണ്. എത്രയും പെട്ടെന്ന് ടോപ്പിക് റിവൈസ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെയൊക്കെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ലൈഡുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കാണ് റിവൈസ് ചെയ്യുന്നത്. 8, 9, 10 ക്ലാസ്സുകളിലെ പഴയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിലുള്ളത് തന്നെയാണ്. ഓക്കെ, തിരിച്ചു വരാം. നമുക്ക് വിവിധ തരം സെല്ലുകളെ കുറിച്ചാണ് നോട്ട് ചെയ്യേണ്ടത്. അതായത് ഡ്രൈ സെല്ല് അല്ലെങ്കിൽ പ്രൈമറി സെല്ല് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? റേഡിയോകൾ, ക്യാമറ, ക്ലോക്ക്, കളിപ്പാട്ടം. നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രൈ സെല്ലുകളായിട്ട് എവിടെയൊക്കെയാണ്? റേഡിയോയിൽ, ക്യാമറയിൽ, ക്ലോക്ക്, കളിപ്പാട്ടം എന്നിവയിലൊക്കെ ഡ്രൈ സെൽ അല്ലെങ്കിൽ പ്രൈമറി ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി മെർക്കുറി സെല്ല് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? മെർക്കുറി സെല്ലിനെ ബട്ടൺ സെൽ എന്നും കൂടി പറയും. അവ യൂസ് ചെയ്യുന്നത് വാച്ച്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൊക്കെ മെർക്കുറി സെല്ല്, ബട്ടൺസ് പോലെ ഇരിക്കുന്ന വാച്ചിലും കാൽക്കുലേറ്ററിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഒക്കെ യൂസ് ചെയ്യുന്നത് മെർക്കുറി സെല്ലാണ്. ഇനി അടുത്തത് നിക്കൽ കാഡ്മിയം സെല്ല് റീചാർജബിൾ ആയിട്ടുള്ള സെല്ലാണ്. അതായത് റീചാർജ് ചെയ്യാവുന്ന ടോർച്ച്, ക്യാമറ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെയാണ് നിക്കൽ കാഡ്മിയം സെല്ല് യൂസ് ചെയ്യുന്നത്. സെക്കൻഡറി സെൽ എന്നും കൂടി അതിനെ പറയും. ഓക്കെ, പ്രൈമറി സെൽ എന്ന് പറയുന്നത് ഏതാണ്? ഡ്രൈ സെല്ലാണ്. സെക്കൻഡറി സെല്ല് നിക്കൽ കാഡ്മിയം സെല്ലാണ്. ഇനി ലിഥിയം അയോൺ സെല്ലാണ് നമ്മുടെ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. ലിഥിയം അയോൺ സെല്ല് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിലൊക്കെ യൂസ് ചെയ്യുന്നു. അടുത്തൊരു ടോപ്പിക്ക് ലോഹങ്ങളുമായി ബന്ധപ്പെട്ടതാണ്.
ലോഹങ്ങളുടെ പൊതുവായിട്ടുള്ള ഭൗതിക ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന താപചാലകതയുള്ളവയാണ് അല്ലേ. താപം കടത്തിവിടാനുള്ള കഴിവ് വളരെ കൂടുതലാണ് ലോഹങ്ങൾക്ക്. ഏറ്റവും കൂടുതൽ താപചാലകതയുള്ള ലോഹം എന്നത് വെള്ളിയാണ്. വെള്ളിയാണ് ഏറ്റവും ഉയർന്ന താപചാലകതയുള്ള ലോഹം. അതുപോലെ എല്ലാ ലോഹങ്ങളും വൈദ്യുതി ചാലകങ്ങളാണ്. എല്ലാ ലോഹങ്ങളും കണ്ടക്ടേഴ്സാണ്. അപ്പോൾ ഉയർന്ന വൈദ്യുത ചാലകതയുള്ളതാണ് ലോഹങ്ങൾക്ക്. ഓക്കെ, വൈദ്യുത ചാലകത ഏറ്റവും കൂടുതൽ ഏതിനൊക്കെയാണ്? താപചാലകത ഏറ്റവും കൂടിയ വെള്ളിക്ക് തന്നെയാണ് ഏറ്റവും മികച്ച വൈദ്യുത ചാലകതയും ഉള്ളത്. പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഈ വെള്ളി ഒരു വൈദ്യുത ചാലകമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മുടെ വീടുകളിലെ വൈദ്യുതി കമ്പികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ കൊണ്ടാണ് അല്ലേ. വീടിന് പുറത്താണ് ഈ വൈദ്യുത തൂണുകളിലൊക്കെ കാണപ്പെടുന്നത് അലുമിനിയം കൊണ്ടുള്ള കമ്പികളാണ്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് മാലിയബിലിറ്റി ആണ്. എന്താണ് മാലിയബിലിറ്റി എന്നാൽ? മാലിയബിലിറ്റി എന്നാൽ ലോഹങ്ങളെ അടിച്ച് പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഈ ഒരു സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡക്റ്റിലിറ്റി ആണ്. ഡക്റ്റിലിറ്റി എന്താണ്? ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ തകിടുകളാക്കി, കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അതിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ പ്ലാറ്റിനത്തിനാണ്. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ പ്ലാറ്റിനത്തിനും മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ സ്വർണത്തിനുമാണ്. മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ സ്വർണം. മാല ഉണ്ടാക്കുന്നത് സ്വർണം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വയ്ക്കാം. മാലിയബിലിറ്റി ഏറ്റവും കൂടിയത് സ്വർണത്തിനാണ്. അതുപോലെ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് പ്ലാറ്റിനത്തിനുമാണ്. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുകയും ചെയ്യും. അതുപോലെ ഉയർന്ന സാന്ദ്രതയും ഉള്ളതാണ്. നമ്മുടെ ഗാലിയം, സീസിയം, മെർക്കുറി എന്നീ ലോഹങ്ങളൊക്കെ താഴ്ന്ന താപനിലയിൽ തന്നെ ഉരുകി പോകുന്നവയാണ്. അതുപോലെ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ് ഈ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവയൊക്കെ സാന്ദ്രത കുറഞ്ഞത്. ഓർത്ത് വയ്ക്കുക, താപനില കുറഞ്ഞത് ഗാലിയം, സീസിയം, മെർക്കുറി എന്നിവയാണ്. അതുപോലെ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ. ഇനി ടങ്സ്റ്റൺ ഉണ്ടല്ലോ, ടങ്സ്റ്റൺ ആണ് ഏറ്റവും കൂടുതൽ ദ്രവണാങ്കമുള്ളത്. ദ്രവണാങ്കം ഏറ്റവും കൂടുതലുള്ളത് ടങ്സ്റ്റൺ ആണ്. 3414 3414 ടങ്സ്റ്റൻ്റെ ദ്രവണാങ്കം. അതുപോലെ തിളനില ഏറ്റവും കൂടുതലുള്ളതും ടങ്സ്റ്റൺ തന്നെയാണ്. ടങ്സ്റ്റൺ ആണ് തിളനില ഏറ്റവും കൂടുതലുള്ളത്. 5555 SCERT ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് ടങ്സ്റ്റൻ്റെ ഏറ്റവും കൂടിയ തിളനില എന്ന് പറയുന്നത്. ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് സൊണോറിറ്റി. എന്താണ്? കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹത്തിന്റെ കഴിവിനെയാണ് സൊണോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഉയർന്ന സൊണോറിറ്റി ഉണ്ട് ലോഹങ്ങൾക്ക്. ലോഹദ്യുതി. എന്താണ് ലോഹദ്യുതി? ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന ആ ഒരു പ്രതലം, അവിടെ എന്തുണ്ട്? നല്ല തിളക്കം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സവിശേഷതയാണ് ലോഹദ്യുതി. ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും. ഈ ഒരു സവിശേഷതയാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. ഈ ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായിട്ട്, ഇപ്പം നമ്മൾ ഈ മുറിച്ച് വെച്ച പ്രതലം ഉണ്ടല്ലോ, അത് അന്തരീക്ഷ വായുവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ വായുവിലെ വിവിധ ഘടകങ്ങളുമൊക്കെയായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പം ഈ ലോഹദ്യുതി നഷ്ടപ്പെടും, അതായത് തിളക്കം നഷ്ടപ്പെടും. അതുപോലെ നമ്മൾ ഈ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെ എന്താണ്? മൃദുവായിട്ടുള്ള ലോഹങ്ങളാണ്. അവയെ നമുക്ക് കത്തി കൊണ്ട് തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഗാലിയം, സീസിയം എന്നിവ എന്താണ്? കാഠിന്യം കുറഞ്ഞ ലോഹങ്ങളാണ്. ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് അത് കാഠിന്യം കൂടിയതായിരിക്കും. അതേസമയം നമ്മുടെ ഗാലിയം, സീസിയം എന്നിവ കാഠിന്യം കുറഞ്ഞ ലോഹങ്ങളാണ്. ലോഹനാശനം എന്നാൽ എന്താണ്? ഈ ഇരുമ്പ് തുരുമ്പിക്കുക നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അന്തരീക്ഷത്തിലെ ഓക്സിജൻ അല്ലെങ്കിൽ ജലാംശം എന്നിവയൊക്കെയായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് ഇരുമ്പ് തുരുമ്പിക്കും. ഈ തുരുമ്പിന്റെ രാസനാമം എന്താണ്? ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് എന്നാണ്. Fe2O3 2H2O ആണ് തുരുമ്പ്. ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് ആണ് തുരുമ്പ്. Fe2O3 2H2O. അപ്പോൾ ഈ ഇരുമ്പും അതുപോലെ മറ്റു പല ലോഹങ്ങളും അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങളായിട്ട് മാറും. ഈ പ്രക്രിയയാണ് ലോഹനാശനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോഹനാശനം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെയിൻ്റ് അടിച്ചും അതുപോലെ എണ്ണ പുരട്ടിയും ഗാൽവനൈസേഷൻ പ്രോസസ്സ് ചെയ്തിട്ടും ഒക്കെ സൂക്ഷിക്കുന്നത്. ഈ കുലീന ലോഹങ്ങൾക്ക് എന്ത് സംഭവിക്കില്ല? ലോഹനാശനം സംഭവിക്കില്ല. സ്വർണം, പ്ലാറ്റിനം, വെള്ളി പോലുള്ള കുലീന ലോഹങ്ങൾക്ക് ലോഹനാശനം സംഭവിക്കില്ല. ഇവിടെ തുരുമ്പ് എന്നതിൻ്റെ കെമിക്കൽ നെയിം ഓർത്ത് വെക്കണം. ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് ആണ് Fe2O3 2H2O. Fe2O3 2H2O എന്നാണ്. പിന്നെ ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ അതിനെന്ത് ചെയ്യും? കനം കൂടുകയാണ് ചെയ്യാമെന്നും കൂടി ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഈ ലോഹങ്ങൾ അനുകൂല സാഹചര്യത്തിൽ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകമാണ് പുറത്തേക്ക് വിടുന്നത്. ചില ലോഹങ്ങൾ അനുകൂല സാഹചര്യങ്ങളിൽ ജലവുമായി പ്രവർത്തിക്കുമ്പം ഹൈഡ്രജൻ വാതകം പുറത്തുവിടുന്നുണ്ട്. ഓക്കെ, അതായത് സോഡിയം,
പൊട്ടാസ്യം, കാൽസ്യം എന്നിവയൊക്കെയായി തണുത്ത ജലവുമായി പ്രവർത്തിക്കുകയും ആ സമയത്ത് ഹൈഡ്രജൻ വാതകം പുറത്തുവിടുകയും ചെയ്യും. അതുപോലെ ഈ ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ച് പുറത്തുവിടുന്ന വാതകം ഏതാണ്? PYQ ആണ്, ഹൈഡ്രജൻ ആണ്. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാവുന്നു. ഓക്കെ, ഇപ്പോൾ സിങ്ക് എന്നുള്ള ഒരു ലോഹം നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ചാൽ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ അലുമിനിയം, സിങ്ക്, മഗ്നീഷ്യം, അയൺ ഇങ്ങനെയുള്ള ലോഹങ്ങളൊക്കെ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം ലോഹ ലവണ സംയുക്തം കൂടി ഉണ്ടാവുന്നുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ലോഹസങ്കരങ്ങൾ അഥവാ അലോയിസ് ആണ്. ഇപ്പോൾ ബ്രാസ് എന്ന് വെച്ചാൽ പിച്ചള എന്ന് പറയുമ്പോൾ അതിലെ ഘടകലോഹങ്ങൾ ഏതൊക്കെയാണ്? കോപ്പറും സിങ്കും ചേർന്നതാണ് ബ്രാസ്. അതുപോലെ കോപ്പറും ടിന്നും ചേർന്നതാണ് ബ്രോൺസ് ആണ് ഓട്. കോപ്പറും ടിന്നും ചേർന്നിട്ട് ബ്രോൺസ് ഉണ്ടാക്കുന്നു. പിന്നെ അതുപോലെ നിക്രോമിൽ എന്തൊക്കെയാണുള്ളത്? നിക്രോമിലെ ഘടകലോഹങ്ങൾ ഏതൊക്കെയാണ്? നിക്കൽ, ക്രോമിയം, അയൺ ആണ് നിക്രോമിലെ ഘടകലോഹങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ അൽനിക്കോ എന്ന് പറയുമ്പോൾ എന്താണ്? അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, പിന്നെ അയൺ. നിക്രോമിലും അയൺ ഉണ്ട്, അൽനിക്കോയിലും അയൺ ഉണ്ട്. അൽനിക്കോ എന്ന് പറയുമ്പോൾ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ. നിക്രോം എന്ന് പറയുമ്പോൾ നിക്കൽ, ക്രോമിയം, അയൺ എന്നിവയാണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ലായനികൾ എന്ന ഭാഗത്തേക്ക് വരാം. ലായനികൾ എന്ന ഭാഗത്ത് നമുക്ക് ലായനികളുടെ ഗാഢതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അളവുകളൊക്കെ ഉണ്ട്, അതാണ് പഠിക്കേണ്ടത്. മാസ് പെർസെൻറ്റേജ്. എന്താണ് മാസ് പെർസെൻറ്റേജ്? അതായത് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് 100 ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നു എന്നുള്ള പ്രസ്താവനയാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി പാർട്സ് പെർ മില്യൺ എന്ന് വെച്ചാൽ എന്താണ്? PPM, പാർട്സ് പെർ മില്യൺ. അതായത് ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ഭാഗമാണ് ഈ ലീനം എന്ന് സൂചിപ്പിക്കുന്ന അളവിനെയാണ് പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ അടങ്ങിയിട്ടുള്ള ലീനത്തിൻ്റെ സാന്നിധ്യം പ്രസ്താവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാർട്സ് പെർ മില്യൺ എന്ന ഈ ഒരു അളവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമുണ്ട്. കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ് എത്രയാണ്? കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ് 4 പാർട്സ് പെർ മില്യൺ ആണ്. 4 പാർട്സ് പെർ മില്യൺ ആണ് കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ്. അതുപോലെ ഈ ലായനിയുടെ ഗാഢത സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റു ഒരുപാട് തോതുകളുണ്ട്. അതിലൊന്നാണ് വോളിയം പെർസെൻറ്റേജ്, വേറൊന്നാണ് മൊളാരിറ്റി, അതുപോലെ മൊളാലിറ്റി ഉണ്ട്, പിന്നെ നോർമാലിറ്റി. ഏതൊക്കെയാണ്? മാസ് പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, വോളിയം പെർസെൻറ്റേജ്, മൊളാലിറ്റി, നോർമാലിറ്റി. ഇത്രയും കാര്യങ്ങൾ ഗാഢത പ്രസ്താവിക്കാൻ, ലായനിയുടെ ഗാഢത പ്രസ്താവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അളവുകളാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി പൂരിത ലായനി, അപൂരിത ലായനി എന്നാൽ എന്താണെന്ന് നോക്കാം. എന്താണ് പൂരിത ലായനി? ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി എന്ന് പറയുന്നത്. ഓക്കെ, പൂരിത ലായനിയിൽ വീണ്ടും നമുക്ക് ഈ ലീനത്തെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ ഇതിൻ്റെ താപനില കൂട്ടുകയാണെന്ന് വെച്ചോ, ഇതിൻ്റെ താപനില കൂട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ ലീനം ലയിച്ച് ചേർപ്പിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? പൂരിത ലായനി എന്താന്ന്? ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ച് ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് അതിൽ ലീനം ലയിപ്പിച്ച് ചേർക്കാനായിട്ട് പറ്റില്ല. അത്ര വരെ മാത്രമേ അതിൽ ലയിക്കുള്ളൂ. പക്ഷേ വീണ്ടും നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് ഒരു താപനില കൂട്ടിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, താപനില കൂട്ടുവാണെങ്കിൽ വീണ്ടും നമുക്കതിൽ ഈ ലീനം ലയിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഈ പൂരിത ലായനി ഉണ്ടാക്കുന്നതിന് മുൻപുള്ള അവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് അപൂരിത ലായനി എന്ന് പറയുന്നത്. അപൂരിത ലായനിയിൽ നമുക്ക് വീണ്ടും ലീനത്തെ ലയിപ്പിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്താണ് അതിപൂരിത ലായനി? അതിപൂരിത ലായനി എന്നാൽ പൂരിതമാകാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ് അതിപൂരിത ലായനി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, പൂരിത ലായനി ചൂടാക്കിയാൽ നമുക്ക് വീണ്ടും അതിനകത്ത് ലീനം ലയിപ്പിച്ച് ചേർക്കാമെന്ന് പറഞ്ഞു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അതിപൂരിത ലായനി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ പൂരിത ലായനിയായി. ഈ പൂരിതമാകാൻ വേണ്ടുന്നതിലും കൂടുതൽ ലീനം അതിൽ ലയിച്ചു ചേരുകയാണെങ്കിൽ അതിനെ അതിപൂരിത ലായനി
ലായനി എന്ന് പറയുന്നു. അതായത് പൂരിത ലായനിയിലെ നമ്മൾ താപനില കൂട്ടിയാൽ പൂരിത ലായനിക്ക് താപനിലനെ വീണ്ടും തിളപ്പിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ അതിപൂരിത ലായനിയാക്കി മാറ്റാം. വീണ്ടും തിളപ്പിച്ച് അതിനകത്ത് ലീനം ആഡ് ചെയ്ത് അതിപൂരിത ലായനിയാക്കി മാറ്റാം എന്നുള്ളതാണ് പോയിന്റ്. മിശ്രിതങ്ങളുടെ ക്ലാസിഫിക്കേഷൻസ് ആണ് ഇനി നോക്കുന്നത്. നമുക്കറിയാം അല്ലെ, ഹോമോജീനിയസ് മിശ്രിതമുണ്ട്, അതുപോലെ ഹെട്രോജീനിയസ് മിശ്രിതമുണ്ട്. അതൊക്കെ എന്താണെന്ന് അറിയാമല്ലോ. ഹോമോജീനിയസ് എന്നാൽ ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണെങ്കിൽ അത് ഏകാത്മക മിശ്രിതം അല്ലെ, ഹോമോജീനിയസ് ആണ്. അപ്പോൾ ഹെട്രോജീനിയസ് എന്ന് വെച്ചാൽ എന്താ, ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയാം. ഇനി യഥാർത്ഥ ലായനി എന്താണ്, കൊളോയിഡ് എന്താണ്, സസ്പെൻഷൻ എന്താണ്, ഇത് മൂന്നുമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്താണ് യഥാർത്ഥ ലായനി? യഥാർത്ഥ ലായനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിക്കുകയാണെങ്കിൽ ഘടകങ്ങളെ വേർതിരിച്ചറിയാൻ വേണ്ടി കഴിയാത്ത ലായനിയാണ് യഥാർത്ഥ ലായനി എന്ന് പറയുന്നത്. അതായത് ഇവിടെ പ്രകാശത്തിൻ്റെ പാതയൊന്നും, നമ്മൾ പ്രകാശം കടത്തി വിടുവാണെങ്കിൽ പ്രകാശത്തിൻ്റെ പാതയൊന്നും ഇവിടെ ദൃശ്യമാവില്ല. ഓക്കെ, ഇത് അനക്കാതെ വെച്ചാലും ഇവിടെ ഡെപ്പോസിഷൻസ് ഒന്നും ഉണ്ടാവുകയുമില്ല. അതിനെയാണ് യഥാർത്ഥ ലായനി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിച്ചാൽ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ പ്രകാശം കടത്തിവിട്ടാൽ അവിടെ വിസരണം ഒന്നും നടക്കുന്നില്ല, പ്രകാശപാതയൊന്നും ദൃശ്യമല്ല. അതുപോലെ പദാർത്ഥങ്ങളൊന്നും കൂടുന്നുമില്ല. നമ്മൾ അനക്കാതെ വെച്ചാലൊന്നും പദാർത്ഥങ്ങളൊന്നും അടിഞ്ഞു കൂടുന്നുമില്ല. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്നതാണ് യഥാർത്ഥ ലായനി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കൊളോയിഡ് എന്താണെന്ന് നോക്കിയാലോ. കൊളോയിഡ് എന്ന് വെച്ചാൽ ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ പ്രകാശപാത, ഒരു പ്രകാശം കടത്തി വിട്ടാൽ ആ പാത നമുക്ക് ദൃശ്യമാണ്. അവിടെ വിസരണം നടക്കുന്നുണ്ട്, പ്രകാശപാത നമുക്ക് ദൃശ്യമാവുന്ന ഒരു കേസാണ് കൊളോയിഡിൻ്റെ കേസ്. അതുപോലെ അനക്കാതെ വയ്ക്കുകയാണെങ്കിലും ഡെപ്പോസിഷൻസ് ഒന്നും ഉണ്ടാവുകയില്ല. സസ്പെൻഷനിലേക്ക് വരികയാണെങ്കിൽ സസ്പെൻഷൻ നമുക്ക് ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിച്ചെടുക്കാനൊക്കെ സാധിക്കും. അതുപോലെ പദാർത്ഥം അടിയുകയും ചെയ്യും. അനക്കാതെ വെച്ചാൽ പദാർത്ഥങ്ങൾ ഡെപ്പോസിഷൻസ് ഉണ്ടാവും. പിന്നെ പ്രകാശം കടത്തിവിട്ടാൽ പ്രകാശപാത ദൃശ്യമല്ല എന്നുകൂടി ഓർത്ത് വയ്ക്കുക. ഇനി ഇതിനൊക്കെ എക്സാമ്പിൾസ് നോക്കാം. അതായത് ഫസ്റ്റ് വൺ, യഥാർത്ഥ ലായനിക്ക് നമുക്ക് എക്സാമ്പിളായിട്ട് വരുന്നത് കോപ്പർ സൾഫേറ്റും ജലവും കൂടിയുള്ള ഒരു ലായനിയാണ്. കോപ്പർ സൾഫേറ്റും ജലവും യഥാർത്ഥ ലായനിക്ക് എക്സാമ്പിളാണ്, ആ ഒരു മിശ്രിതം. ഇനി അടുത്തത് പാല്, പിന്നെ പാലിൻ്റെ വെള്ളം, പാലും വെള്ളവും തമ്മിൽ മിക്സ് ചെയ്ത് വെച്ചാൽ അത്, അതുപോലെ മഷി കലർത്തിയ വെള്ളം, മൂടൽ മഞ്ഞ്, കഞ്ഞിവെള്ളം, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? കൊളോയിഡിന് എക്സാമ്പിളാണ്. കൊളോയിഡിന് എക്സാമ്പിളാണ് പാല് കലർത്തിയ മിശ്രിതം, മഷി, മൂടൽ മഞ്ഞ്, കഞ്ഞിവെള്ളം എന്നിവയെല്ലാം കൊളോയിഡിന് എക്സാമ്പിളാണ്. അതുപോലെ സസ്പെൻഷൻ എക്സാമ്പിളാണ് ചോക്കുപൊടി കലർത്തിയ വെള്ളം ഉണ്ടല്ലോ, ചോക്കുപൊടി കലർത്തിയ വെള്ളം, ചെളിവെള്ളം എന്നിവയൊക്കെ സസ്പെൻഷന് എക്സാമ്പിളാണ്, ഓർത്തു വയ്ക്കുക. കണികകൾ അടിയുന്നത് തടയാനായി കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്ന സ്റ്റെബിലൈസറുകൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ. ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ ഒരു സ്റ്റെബിലൈസറാണ്. സൂക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്ടിനേറ്റ്, സൂക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്ടിനേറ്റ്, അതുപോലെ ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ, ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ എന്നിവ സ്റ്റെബിലൈസേഴ്സ് ആണ്. കണികകൾ അടിയുന്നത് തടയാൻ വേണ്ടിയിട്ട് കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്നവയാണ് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. കണികകൾ അടിയുന്നത് തടയാൻ വേണ്ടിയിട്ട് കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്നവയാണ് സ്റ്റെബിലൈസേഴ്സ്. 3 എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ഏരിയാസ് നമ്മളിന്ന് ചർച്ച ചെയ്തു. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.